മതപരിവർത്തനം തടയാൻ നിയമം. ഏതെങ്കിലും ഒരു മതത്തിലേക്ക് വന്ന് മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിച്ച് ആരെങ്കിലും അതിൻ്റെ പേരിൽ അതിലേക്ക് വന്നു പോകുന്നത് അതിനെ നിയമം മൂലം തടയുമ്പോൾ മതവെറി പൂണ്ട്, വംശീയത പൂണ്ട്, സ്വന്തം വിശ്വാസത്തിൻ്റെ ഭാഗമായി വലിയ വെണ്ടയ്ക്ക നിരത്തിയിരിക്കുന്നത് പോലെ ഹിന്ദു 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 എന്ന് മണിക്കൂർ ഇടവിട്ട് പറയുമ്പോഴും സ്വന്തം വിശ്വാസധാരയിൽപ്പെട്ടവരെ അവന് നിറവും അവൻ്റെ വംശവും നോക്കി താഴ്ന്നവനെന്നും ഉയർന്നവനെന്നും വേർതിരിക്കുന്ന വംശവെറി പൂണ്ട അത്തരം ആളുകൾ കൂടി നിറഞ്ഞ ഈ സമൂഹത്തിൽ അവന്മാരാൽ ഭരിക്കപ്പെടുമ്പോൾ അതുപോലുള്ളവന്മാർക്ക് വലിയ വലിയ ഉന്നത പദവികളും എല്ലാ സ്ഥാനങ്ങളും ലഭിക്കുമ്പോൾ ഡെൻ്റൽ കോളേജിലെ വിദ്യാർത്ഥിയായ ഒരു മകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വാർത്ത വായിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഈ കേരളത്തിൽ നിന്ന് ഓർക്കണം, അങ്ങ് അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ അങ്ങ് ഇറാനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ ആരെയെങ്കിലും ഒരാളിനെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ പൂന്തു വിളയാടി ഉറഞ്ഞു തെള്ളുന്ന ആരും വാ തുറക്കുന്നില്ല. വായിൽ നീളത്തിൽ പുട്ട് തിരികെ വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കേരളം കാണുന്നത്. TS ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, അദ്ദേഹം കുറിച്ചത് ജാതിവെറി പൂണ്ടൊരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നീ വ്യക്തികൾ അധ്യാപകരെന്നല്ല, മനുഷ്യർ പോലുമല്ല. ഈ ജാതിവെറിയന്മാരെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട അടിയന്തര കർത്തവ്യം. കണ്ടില്ലേ, അതിനെല്ലാം കൂടെ ചേർത്താണ് സനാതനം സനാതനം എന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നത്. അതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ ചാടി ഇറങ്ങും വിരകാനായി. ഇതിപ്പോൾ ഏതെങ്കിലും വേറൊരു ജാതിയിൽപ്പെട്ടവനാൽ മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിക്കുകയോ അല്ലെങ്കിൽ ചാടിപ്പോയി സംഭവിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എത്ര യൂട്യൂബർമാരും പോസ്റ്റുകാരും രംഗത്തിറങ്ങിയേനെ. ഇപ്പോൾ വല്ല പണിക്കരന്മാരും മിണ്ടുവോ? അല്ലാത്തവന്മാരും വല്ലതും മിണ്ടുവോ? ഏതോനെങ്കിലും വാ തുറക്കുവോ? എന്താ കാര്യം? ഈ മരിച്ചവൻ ഈ സമൂഹത്തിൽ മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ അവൻ്റെ വിശ്വാസപരമായി തുല്യതയില്ലെന്ന് വിശ്വസിക്കുന്ന നാട്ടുനാറികളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. അവിടെയൊക്കെ ചെന്നാണ് ചിലപ്പോൾ ഈ ക്രിസ്ത്യൻ പാതിരിമാരും ബാക്കിയുള്ളവരുമൊക്കെ ഇവരെ തപ്പിക്കൊണ്ടുവന്ന് മാറ്റി അവിടെ അവർ കാണുന്നൊരു പുതിയ ലോകമുണ്ട്. മറ്റ് മതങ്ങളിലേക്ക് പോകുമ്പോൾ, ഇസ്ലാം മതത്തിലേക്ക് പോയാലും ക്രൈസ്തവ മതത്തിലേക്ക് പോയാലും ഒപ്പം ഇരുന്നൊരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്നു, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പ്രത്യേക സ്ഥലമൊന്നും മാർക്ക് ചെയ്തിട്ടില്ല, അകവും പുറവും തിരിച്ചിട്ടില്ല. ഇനി ഇത് പൊക്കിക്കൊണ്ട് കോടതിയിൽ ചെന്നാലോ അവിടുന്ന് നീളത്തിൽ കിട്ടുന്ന വിധി എന്തുവാ? ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. ആയിക്കോട്ടെ, സംരക്ഷിച്ചോട്ടെ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതുപോലുള്ള വംശവെറിയനെ എന്തു ചെയ്യണം? കണ്ടില്ലേ, ഒരുത്തനെ പരസ്യമായി ക്ലാസ് റൂമിൽ വെച്ച് അവഹേളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തി അവനൊരു മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചപ്പോഴാണ് അവനിത് പിന്നെ എന്താ പറയുന്നത്, ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കാതെ അത് സഹിച്ച് കടന്നു വന്നവരാണ് പല സ്ഥലത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. KK കൊച്ചിനെ പോലെയൊക്കെയുള്ള ആളുകൾ. അവരുടെയൊക്കെ ആത്മകഥ വായിച്ച് നോക്കണം. കണ്ണീന്ന് ചുടിചോര വന്നു പോവും. അത്രമേലാണ് ആക്രമിക്കപ്പെട്ടത്. സ്വന്തം ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്നതിനകത്ത് നിന്നും, പുറത്തു നിന്നൊന്നുമല്ല, വേറെ ജാതിക്കാരൊന്നുമല്ല, ഇതിനകത്ത് നിന്നും. അതുകൊണ്ടാണ് പലരും ആവർത്തിച്ച് പറയുന്നത്, ഈ പറയുന്നവരെ എല്ലാം ഇല്ലാതാക്കിയാൽ, കുറച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനിയെയും എല്ലാം ഇല്ലാതാക്കിയാൽ പിന്നെ ഇതുപോലുള്ള ജാതി വെറിയന്മാരുടെ കയ്യിലേക്കാണ് ഈ സമൂഹത്തെ കിട്ടുന്നത്. പിന്നെ അവൻ കൊണ്ടുവരും എന്താ, ചാതുർവണ്യം മായാ സൃഷ്ടം, സഹിച്ചുകൊള്ളുക, അല്ലാതെ എന്ത് പറയാനാ.